വാദങ്ങളിൽ ഓരോന്നിനെ സംബന്ധിച്ചും എന്റെ വാദം ഇതാണ്, അത് ഞാൻ സമർപ്പിച്ചതാണെന്നുകൊണ്ട് നിലയിൽ ഒത്തുവച്ചാളൂ വാദമില്ല. പിന്നെ എന്താ സമർപ്പിച്ചത്? ഇസ്ലാമാണെന്നാണ്. ഇസ്ലാം ഈ 7 പ്രശ്നങ്ങളാണ്. ഇസ്ലാം ഇസ്ലാമാവോ? ഇല്ല. ഇസ്ലാമിൽ അറിയേണ്ട ചില കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ ഓരോരുത്തരെയും വാദം മറ്റാണ് പ്രതിവാദം. ഇത് ഞങ്ങൾക്ക് പഠിക്കാനാണെന്ന് പറയാനുണ്ടെന്ന് കത്തയക്കുന്നു. അതിന് മറുപടി എന്താ? 7 പ്രശ്നങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ കത്തിക്കാണ് 7 പ്രശ്നങ്ങളും ഇസ്ലാമാണെന്ന് സമർപ്പിച്ചത്. ആയിക്കോട്ടെ, മുമ്പേ ഉദ്ദേശം ഞാനാണ് വന്നിട്ട് ശരിക്ക് ഖുർആനും ഹദീസും ഉദ്ധരിച്ചിട്ട് ആ 7 കാര്യങ്ങളും ഇവിടെ നിലവിലുള്ളതനുസരിച്ച് സമർപ്പിച്ച് തരാം എന്നാണ് ഉദ്ദേശം. നമ്മൾ വെക്കുക അത്രയില്ല, അതല്ല എന്ത് പറഞ്ഞത്. എന്റെ അടുത്തും ആദ്യം എന്റെ അടുത്തും ഇതെങ്ങനെ കത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ഞങ്ങൾ വളരെ വളരെ വാർത്തകളും ചെയ്യാനാണെന്നാ തോന്നുന്നു. അദ്ദേഹം എഴുതിയില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? ശരി, മറുപടി പോകുന്നു. അദ്ദേഹത്താണല്ലോ നമ്മൾ നടക്കുന്നത്. ഉത്തരം പറയാം. അപ്പോ നന്നായിട്ട് മറുപടി കമ്മിറ്റ് ചെയ്താൽ ഞാൻ മറുപടി ചെയ്തു. മറുപടി പറഞ്ഞു അവരായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ രൂപത്തിൽ എഴുതുന്നു. ഞാൻ നിർദ്ദേശിച്ചു ഇങ്ങനെ ഇസ്ലാമാണ് സമർപ്പിച്ചതാണ് മറുപടി. മറുപടി നിങ്ങളുടെ മറുപടി കത്തിച്ചേക്കാം. മറുപടിയായിട്ട് നിങ്ങൾ നന്ദി പറഞ്ഞു. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടുന്ന് കമ്മിറ്റി അബ്ദുൽ മൗലവിക്ക് അയച്ച മറുപടി പറ്റി മറുപടി അയച്ചത് നന്ദി പറയും. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കിയാൽ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു കുഴപ്പമില്ല, സ്വാഗതം ചെയ്യാം, സന്തോഷമുണ്ട്. ജനക്കത്തിൽ 58 മൗലവി ശേഖരന്റെ വാദങ്ങൾക്ക് വിരുദ്ധമായ നിലവിലുള്ള സമ്പ്രദായങ്ങൾ തികച്ചും ഇസ്ലാമികമാണെന്ന് നിങ്ങളെ സമർപ്പിച്ചു തരാമെന്ന് മറുപടിയിൽ പ്രത്യേകം അറിയിച്ചിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞതിന്റെ ഉദ്ദേശപ്രകാരമാണ് ആയിക്കോട്ടെ അറിയിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചരിത്രത്തിൽ കാണിച്ച 7 വിഷയങ്ങൾ നിങ്ങൾ സമർപ്പിക്കാൻ പോകുന്ന വാദമുഖങ്ങൾ ഏതൊക്കെയെന്നും മൗലവി ശേഖരനോട് സമർപ്പിക്കാൻ പോകുന്ന വാദമുഖങ്ങൾ ഏതൊക്കെയെല്ലാമാണെന്നും ഓരോരുത്തരും വ്യക്തമായി രേഖപ്പെടുത്തി തരാൻ അത്യാവശ്യമായിരിക്കുന്നു. ഇത് കമ്മിറ്റിക്ക് പറയാൻ ഉത്തരവാദിത്തം പറയാം. നിങ്ങൾ വാദത്തിന് ചെയ്യാനാണ്, ഞാൻ പറഞ്ഞു ചെയ്യാറാണ്. അപ്പോ ഏകോപനോടെയും വേണം വാദമുഖങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സമർപ്പിക്കുമെന്ന് എഴുതി തരണം. എഴുതി കൊടുക്കേണ്ട നാളെ എഴുതി കൊടുക്കാം. അതുപോലെ നിങ്ങളും എഴുതി തരണമെന്നാണ് പറഞ്ഞത്. മുമ്പ് നമ്മൾ 15 പ്രാവശ്യം. അതുകൊണ്ട് ഗണത്തിൽ കാണിച്ച 7 വിഷയങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കാൻ പോകുന്ന വാദമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് പോലെ സമർപ്പിക്കുന്ന വാദമുഖങ്ങൾ ഏതൊക്കെയെല്ലാമാണെന്നും ഓരോരുത്തരും വ്യക്തമായി രേഖപ്പെടുത്തിയതിൽ അത്യാവശ്യമായിരിക്കുന്നു എന്ന് കമ്മിറ്റി പറഞ്ഞ ശേഷം വീണ്ടും കൂടാതെ നിങ്ങൾ പ്രമാണമാക്കുന്ന സുന്നത്ത് ഏതാണെന്നും ജഗന്മൗലി പ്രമാണമാക്കുന്ന സുന്നത്ത് ഏതാണെന്നും മുൻകൂട്ടി ണ്ടല്ലോ. കാരണം സുന്നത്തില്ല. എന്റെ ഞാൻ പറയുന്ന സുന്നത്ത് നബിയുടെ ആണെന്ന് പുറത്ത് സുന്നത്ത്, മറ്റേത് അത്ര ഉറപ്പുണ്ടാവും. അതായത് ഇടവിട്ട് വിഷയം. അതുകൊണ്ട് ഏത് സുന്നത്താ പഠിക്കേണ്ടത്? ഈ ഉറപ്പില്ലാത്ത സുന്നത്താണോ എടുക്കേണ്ടത്, അതല്ല ഈ ഉറപ്പുള്ള സുന്നത്താണോ എടുക്കേണ്ടത്? അവിടെ സമ്മതിക്കാം. നിങ്ങൾ പറഞ്ഞു ഞാൻ സമ്മതിച്ചു, നിങ്ങളുടെ സുന്നത്തൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെ ഞാൻ പറഞ്ഞ ഞാൻ സമ്മതിച്ചുള്ള. അതുകൊണ്ട് ഏത് നിലക്കുള്ള സുന്നത്താണെന്ന് ചർച്ച ചെയ്യണമെന്ന് ഒരാവശ്യം ശ്രദ്ധയിൽപ്പെടും. പിന്നെ ആയതുകൊണ്ട് ഈ കക്ഷികളുടെയും വാദങ്ങളും പ്രമാണങ്ങളും ഇരുകക്ഷികളും തമ്മിൽ വാദപ്രയോഗം നടത്താനുള്ള വ്യവസ്ഥകളും എന്തെല്ലാം എന്നതിനെ പറ്റി മുൻകൂട്ടി കരാർ എഴുതി ഒപ്പിടാൻ സൗകര്യം കാണിച്ച എഴുതിയ അതേ തീയതി 92 മൗലവി ശേഖരനോട് എത്തിച്ചേർന്നു കൊള്ളാമെന്നും അറിയിച്ച വിവരം താഴെയും അറിയിച്ചു കൊടുക്കും. ചുരുക്കം സമ്മതിച്ചു. ആ 28 കഴിഞ്ഞ ഞാൻ വേണം എന്തിന് ആദ്യമായിട്ട് വാദങ്ങൾ ഏത് സുന്നത്താണ് പ്രമാണമുള്ളത്, സുന്നത്ത് ഏതാണ് പ്രമാണമുള്ളത് വാദങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ കാണിച്ചാലേ ആളെ നേരെ നിങ്ങളുടെ വാദം എഴുതിക്കണം. സുന്നത്തിനെ ചർച്ച വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളിപ്പോ വാദത്തെ മാറ്റില്ലേ? ഇതാ നിങ്ങളുടെ പണി. എന്റെ വീട്ടിലേക്ക് ആക്കിയിരുന്ന പോയ 15 രൂപയാണ് എന്താ സുന്നത്ത്
സുന്നത്ത് കള്ള സുന്നത്തിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നടക്കുന്നതിന് ആരുകൊണ്ട് ഈ കക്ഷികളുടെ ഇരു കക്ഷികളുടെയും വാദങ്ങളും പ്രമാണങ്ങളും ഇരു കക്ഷികളും തമ്മിൽ വാദപ്രയോഗം നടത്താനുള്ള വ്യവസ്ഥകളും എന്നതിനെ പറ്റി മുൻകൂട്ടി കരാർ എഴുതി ഒപ്പിടാൻ സൗകര്യം കാണിച്ച വലിയ അതേ തൊണ്ണൂറ്റഞ്ചിന് മൗലവി ചേർന്നു എത്തിച്ചേർന്നു കൊള്ളാമെന്നും അറിയിച്ച വിവരം താങ്കളെയും അറിയിച്ചുകൊള്ളുന്നു. ചുരുക്കം സമ്മതിച്ചു. ഞാൻ പറയാം എന്തിനു ആദ്യമായിട്ട് വാദങ്ങൾ അതും ചോദിക്കാം. അതിനൊരു വാദപ്രയോഗം അങ്ങനെ വാദപ്രയോഗങ്ങൾക്ക് എഴുതി എഴുതിയിട്ട് വാദപ്രയോഗങ്ങളുടെ വ്യവസ്ഥകളും എല്ലാം നിങ്ങളുടെ വാദം എഴുതിക്കണം. സുന്നത്തിനെ പറ്റി ചർച്ചയും വേണം പറഞ്ഞപ്പോ നിങ്ങൾക്ക് വാദത്തെ മാറ്റിയിട്ട് വധിക്കാനില്ല. ഇതാ നിങ്ങളുടെ പണി. എന്റെ വീടിലേക്ക് ആക്കിയിരുന്നുള്ള പോയ പ്രതിനിധിയോടെയാണ് പറയുന്നത്. എന്താ പറയാൻ സുന്നത്ത് കള്ള സുന്നത്തിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നടക്കുന്ന ചില അനാചാരങ്ങളും ശരിയാണെന്ന് സാധിച്ചാൽ ഇങ്ങോട്ട് വരണം. അവിടെ നിന്ന് പറഞ്ഞോട്ടെ, അവിടെ നിന്ന് പറഞ്ഞോട്ടെ ഞങ്ങളുടെ ഹരീഫനുസരിച്ച് സംസ്ഥാനത്ത് ശിക്ഷിക്കണം, അത് വെക്കണം. അത് ഞങ്ങളുടെ ഹരീഫനാണ് ആയിക്കോട്ടെ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഏത് ഹരീഫിന് ഏത് ഹരീഫെന്ന് പറയുന്നു? നബി പറഞ്ഞ ഹരീഫെ ഞങ്ങൾ സ്വീകരിക്കൊള്ളൂ. നിങ്ങൾ ബുഹാരിയുടെ ഹരീഫെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കൂല. ബുഹാരി മുസ്ലിം ആരാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ബുഹാരി മുസ്ലിം? അവർ രണ്ടുപേരും എന്തിനു വേണ്ടി വന്നതാണ്? എന്താണ് അവർ ഉണ്ടാക്കി തന്ന കിതാബിന്റെ ഉള്ളിലുള്ളത് ഞങ്ങൾക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ബുഹാരി മുസ്ലിമിനാണെന്ന് പറയാൻ പറ്റില്ല. നബി പറഞ്ഞതാണ് തെളിയിക്കണം. തിരിച്ചു ഓതുണ്ടായി നബി പറഞ്ഞു, അവർ ഓരോന്ന് നബി പറഞ്ഞു. എവിടെ പറഞ്ഞു? അല്ലെങ്കിൽ രണ്ടാണ് മതി. ഓ ധാരാളം രണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞത് ശരിയായ കണക്കുള്ള മുമ്പില്ലാത്ത തെളിഞ്ഞിരിക്കുന്നു. മറ്റൊരു അതിന്റെ ഒന്നാം പോയെ അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അബൂഹുറൈറയാണ്, എല്ലാം പറഞ്ഞത് അബൂഹുറൈറയാണ്, അദ്ദേഹത്തെല്ലാം പറഞ്ഞത് അബൂഹുറൈറയാണെന്ന് പറയുമ്പോ അവിടെ നിൽക്കാൻ പറഞ്ഞു. കേട്ടത് അബൂഹുറൈറ അവർ ഈ അബൂഹുറൈറ ഈ യോഗ്യമായ ഈ അബൂഹുറൈറ ഇങ്ങനെ അള്ളാഹുവിനൊന്നും പറയണ്ട, ജുദന്മാരോട് പറഞ്ഞോളൂ എന്ന് പറയാൻ എന്ന് ചോദിക്കും. ചോദിക്കലല്ല, അബൂഹുറൈറന്റെ ചോദ്യം വിളിക്കും. ആള് ചേർക്കും. ആളും വേണ്ട, ആളില്ലാതെ ഈ അബൂഹുറൈറ ആരാണ്? അതൊക്കെ പറഞ്ഞില്ല. ഇത്തരത്തിൽ സുന്നത്തേതാണെന്ന് വ്യക്തമായിട്ട് ചർച്ച നടത്തണം. വാദമുഖങ്ങൾ ഏഴ് പ്രശ്നങ്ങൾ എഴുതി നിങ്ങളുടെ വാദമുഖങ്ങൾ ഏതാണെന്ന് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞോടുകൂടി ചെന്നവരുടെ മേഖലയിലേക്ക് അടിപ്പയക്കരുത്. ഇപ്പൊ പറഞ്ഞെന്താ? വാദപ്രയോഗത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ തൽസരിക്കാർ ഒഴിഞ്ഞു മാറി ശേഖരമുള്ളവരെ ഒരു ചെറിയ പരിപാടി കാണിച്ചിട്ട് മുങ്ങി എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെങ്കിൽ അവരോട് ഞാൻ പറയാം. ഇവിടെ ഇപ്പോ കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞു, ഞാനാണോ കക്ഷി, അവര് പ്രതിയോഗിക്കുകയാണോ? കമ്മിറ്റിക്കാർ രണ്ടു കൂട്ടക്കാർക്കും സൗകര്യം ചെയ്തിട്ട് ആൾക്കാർ അവർ ചെയ്യാം. വാദപ്രയോഗത്തിന് എപ്പോൾ തയ്യാറാകുന്നു അപ്പോഴൊക്കെ ഞാൻ തയ്യാറാണ് പറഞ്ഞത്. ഇയാളുടെ മറുപടിയിൽ വാദപ്രതിവാദം എന്നുള്ള പദം ഒരു വർഷമായി ഇയാളെ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഇന്ന് വരെ വാദപ്രയോഗത്തിന് തയ്യാറാണെന്നാണ് വാദപ്രയോഗത്തിന് തയ്യാറാണെന്ന് ഇന്ന് വരെ ആളെ ഇരിക്കും. ഇപ്പൊ ഇതിൽ പറയുന്നത് 29/10/92 വാദപ്രയോഗം നടത്താൻ ഒരുക്കമാണെന്ന് അബ്ദുസ്സലാം സുല്ലമി രേഖാമൂലം അറിയിച്ചിട്ടും ശുദ്ധമുണ മനസ്സിലാക്കും. 29/10/92 വാദപ്രയോഗം നടത്താൻ സുല്ലമി രേഖാമൂലം അറിയിച്ചു. അറിയിച്ചു. ഇവിടെ രേഖ, ഇവിടെ കത്ത് ശുദ്ധനുണ വെക്കണിയരുത്. ശുദ്ധനുണ വാദപ്രയോഗത്തിന് തയ്യാറാണ് ഇയാളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി കൊല്ലാൻ പറയെടുക്കുന്നു. വാദപ്രയോഗം എന്ന് പറഞ്ഞാൽ വാദവും പ്രതിവാദവും ചോദ്യോത്തരമോ ക്രോധം നടക്കും, തെളിവിനനുസരിച്ച് നിരൂപണങ്ങൾ നടക്കും. അതിനാണ് ഒഴിവുകളും ഇടപെടലിരുത്തമോ ഇവിടെ ഇരുത്തമോളൂ. അബ്ദുസ്സലാം സുല്ലമിയെ വാദപ്രയോഗത്തിന് ചോദ്യോത്തര രൂപത്തിൽ തന്നെ അയാളെ വാദപ്രയോഗത്തിന് കൊണ്ടുവരാം
ഏത് വാദത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യാം, നേരിട്ട് ചർച്ച ചെയ്യാം. വാദപ്രകാരത്തിന് തയ്യാറാക്കി തരാം, വാദമുഖങ്ങൾ എഴുതി തരികയും ചെയ്യാം എന്ന് രണ്ട് വലിയ വരവ് എളുപ്പമേമണം ഇടപെട അർത്ഥത്തിലാക്കുന്ന നൽകി വാദപ്രകാരത്തിന് തയ്യാറാക്കി അയാളുടെ വാദമുഖങ്ങളും എഴുതി ഒപ്പിട്ട് തരാം എന്നത് അഡ്വാൻസ് ആയിട്ട് ഞാൻ വീണ്ടും. അപ്പൊ വാദം 7 പ്രശ്നങ്ങളെ സംബന്ധിച്ച് അഭിപ്രായത്തിൽ സമർപ്പിക്കുന്ന വാദങ്ങൾ ഇന്നതാണ്, അതിനുള്ള പ്രമാണങ്ങൾ ഇന്നതാണ്, അതിനെക്കുറിച്ചൊക്കെ വാദപ്രകാരം തയ്യാറാണെന്ന് ഇവിടെ എഴുതിത്തരാൻ ധൈര്യമുള്ള ഒരു പ്രതിനിധി നെതുവത്തിന്റെ ആൾക്കാരിലുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ 25 കൊല്ലായി 1964 മുതൽ 28 വരെ 28 കൊല്ലായിട്ട് മുജാഹിദ് മോചിത കക്ഷികളെ പറയില്ല, വർഗീയത പറയുന്നത് കേട്ടോ, വിഷയം മനസ്സിലാക്കുന്നില്ല. 28 വർഷമായിട്ട് വാദങ്ങൾ എഴുതിത്തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അബ്ദുസ്സലാം സുദീന്റെ ഉപ്പയായിരുന്നു അലിമോലി, ഷെയ്ഖ് മുഹമ്മദ് മോലി, അബ്ദുൽ ലത്തീഫ് മോലി പോലെയുള്ള ആൾക്കാരോട് 28 വർഷം മുമ്പ് മുതൽ നിങ്ങളുടെ വാദം എഴുതിത്തരണം, എന്റെ വാദം ഞാനിത് അറബിയിലും മലയാളത്തിലും എഴുതി തന്നിരിക്കുന്നു, ഇനി നിങ്ങളുടെ വാദം എഴുതിത്തരണം, എന്നിട്ട് എനിക്ക് നിങ്ങളുമായിട്ടൊരു വാദപ്രകാരം നടത്താമെന്ന് പറയാൻ തുടങ്ങി 28 കൊല്ലം. ഇന്ന് വരെ നെതുവത്തിന്റെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരൊറ്റ മനുഷ്യൻ ഞങ്ങൾ വാദപ്രകാരത്തിന് തയ്യാറാണ്, വാദങ്ങൾ എഴുതിത്തരാനും തയ്യാറാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കാരണം നോട്ടീസുമായിട്ട് ജനങ്ങളെ വഹിക്കുന്നവരല്ല. ഈ സമയവും ഏത് സമയം ഇവിടെ എഴുതണം, എപ്പോഴാണോ ഇത്തരം പോലെ ഇവിടുന്നെങ്കിൽ എപ്പോഴൊക്കെ ഞങ്ങളുണ്ടാകുന്ന സാധനം. പക്ഷെ വാദപ്രകടനം എല്ലാ പ്രശ്നം നടക്കില്ല. അതില് അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ ഒരു പണിയില്ലാതെ ഖണ്ഡന പ്രശ്നം ഇങ്ങേക്ക് മണ്ണൂർ വെച്ച് വലിയ വാദപ്രകാരത്തിനുള്ളൂ. ഞാൻ പറഞ്ഞു എഴുതിത്തരണമോ, എഴുതിത്തരണം പറഞ്ഞിട്ട് 15 ദിവസം നടന്നു. എന്റെ വാദം എഴുതി കൊടുത്തു. അങ്ങനെ അരിമോലയുടെ ജാമ്യ നദിയിൽ ഞാനും പഠിപ്പിച്ചിട്ട് ഞാനും കൂടി ഉണ്ടാക്കാൻ ശ്രമിച്ച ആ ജാമ്യ നദിയിൽ പ്രൊഫസറായിട്ടിരിക്കുന്ന അരിമോലയുടെ ഡോക്ടർ വിസമാൻ, ഇന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ വിസമാൻ 15 ദിവസം 30 പ്രാവശ്യം നടന്നിരിക്കണേ വാദം എഴുതി കിട്ടാൻ വേണ്ടി 25,000 ആൾക്കാർ കൂടി സദസ്സിലെത്തിയാൻ പറഞ്ഞു. ഇന്ന് വരെ എനിക്ക് ഒരു വാദം എഴുതി തന്നില്ല. ഇതേപോലെ 3 ആള് ദേഹമൊന്നും അരിമോലി എത്തി അറ്റക്കാരൻ പോലെ ഇരിക്കുമ്പോൾ ചൂണ്ടി പറഞ്ഞു, ഇന്ന് വരെ എനിക്ക് ഒരു വാദം എഴുതി തന്നില്ല. 25,000 ആൾക്കാരെ താഴ്മ പറഞ്ഞു, തന്നില്ല, എഴുതി തന്നില്ല. 28 കൊല്ലം എഴുതി തന്നില്ല, ഇല്ല, മൂന്നേ ഉള്ളൂ എന്ന് ഞാൻ സ്ഥാപിക്കുകയും ആ സ്ഥാപിക്കുന്നത് മുൻകൂട്ടി എഴുതി കൊടുക്കുകയും എത്ര പ്രാവശ്യം അധ്യക്ഷം ഒക്കെ ചെയ്തില്ലേ. എന്റെ 13 ബുക്ക് ഇവിടെ ഇതൊക്കെ അധ്യക്ഷന്റെ എന്റതിന്റെ എന്റെ പേരോട് കൂട്ടിയ പുറത്തിറക്കിയതിന്റെ ഒരൊറ്റ ബുക്കിനെ ഇന്ന് വരെ ഒരു വർഷം എണ്ണിക്കാൻ കഴിയും. ഇതാ പറയും അവിടെ ഇടപെടുന്ന ഈ കമ്മിറ്റിക്ക് ഹെൽത്തേജ് സെമിനാർ കമ്മിറ്റിക്കാരുടെ കത്തിൽ വാദപ്രകാരത്തിന് തയ്യാറാണെന്ന് അബ്ദുസ്സലാം മൗലവി അറിയിച്ചു എന്ന് ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞല്ലോ. ശുദ്ധമയം അതോടൊപ്പം തയ്യാറല്ല ആരുമില്ല. എന്തുകൊണ്ട്? അത്ര വലിയ പാണ്ഡിത്യനായതല്ല, അത്ര വലിയ ആളായിട്ടുമല്ല. ഞാൻ പറയുന്ന സത്യം അത് സത്യമാണ് എനിക്ക് ബോധിക്കുന്നത്. ഉറപ്പായിട്ട് ആരുടെ മുന്നിലും പറയാനുള്ള ഒരു ധൈര്യം അല്ലാഹു അനുഗ്രഹിച്ചിലേക്ക് തന്നു. അത് മരിക്കണം. ഇത്രേ ഉള്ളൂ, അല്ലാതെ ആളെല്ലാം കയ്യിൽ. അപ്പൊ വാദപ്രകാരത്തിന് തയ്യാറാണ് ചോദ്യോത്തര രൂപത്തിൽ വാദങ്ങൾ എഴുതിത്തരാനും തയ്യാറാണെന്നുള്ള നോട്ടീസായി രണ്ടാമത് ഇറങ്ങേണ്ടത്. അത് നാളെ ഇറങ്ങേണ്ടത് നോട്ടീസിന്റെ കളി കളിക്കണം. ഓരോ കള്ളത്തെ വന്നിട്ട് ജനങ്ങളെ വഹിക്കണത്. 28 വർഷമായിട്ട് കേരളത്തിലുള്ള പണ്ഡിതന്മാരും പ്രത്യേകിച്ച് നെതുവത്ത് മൗലികമാരിൽപ്പെട്ട ഒരാളെയും വാദപ്രകാരം എഴുതിത്തരാതെ വാദപ്രകാരം ചെയ്യാൻ